വീണ്ടും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ബൈബിൾ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ശ്രദ്ധയോടുകൂടി ആയിരിക്കാനും കാര്യങ്ങളെ ഗൗരവമായി കാണുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സഭയുടെ ഒരു വലിയൊരു പ്രോബ്ലം, നമ്മൾ ഒരു കാര്യത്തെയും ഗൗരവമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. ആത്മീയമായ നമ്മുടെ പാളിച്ചകളെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. പലപ്പോഴും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെടുമ്പോഴും നമ്മളതിനെ ഗൗരവമായി എടുക്കുന്നില്ല. പാപത്തിൻ്റെ അവസ്ഥകളെ പലപ്പോഴും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. സുവിശേഷ വേലയെ നമ്മൾ പലപ്പോഴും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അന്യോന്യ സ്നേഹം കുറയുന്നതിനെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. എന്നാൽ ദൈവം ഇതൊക്കെ വളരെ ഗൗരവമായിട്ട് എടുക്കുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ സമയത്ത് നമ്മൾ കണ്ടത്. ഇവിടെ യോവേൽ പ്രവചനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു. യോവേല് ദൈവം അന്നത്തെ യഹൂദ്യരുടെ ജീവിതത്തിൽ ചെയ്തതായ ആ ദുരന്തങ്ങളെ എല്ലാം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് പറയുകയാണ്, മദ്യപന്മാരെ നിങ്ങൾ ഉണർന്ന്, അവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ്, മദ്യപന്മാരെ നിങ്ങൾ ഉണർന്ന് കരയുവിൻ. മദ്യപന്മാരെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ ഇറ്റ് ഡസൻറ്റ് സേസ് ജസ്റ്റ് അബൌട്ട് ദ ഡ്രങ്കാർഡ്സ്. മദ്യപാനം എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്, നമുക്ക് വേദോസപ്രകാരം മദ്യപാനി സ്വർഗ്ഗരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ മദ്യപിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ ആശ്വസിക്കേണ്ടതും ആവശ്യമില്ല. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മദ്യപന്മാരെ എന്ന് വിളിക്കുന്നത് മദ്യം ഉപയോഗിക്കുന്നവർ എന്ന നിലയിൽ മാത്രമല്ല, നിങ്ങളുടെ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ. മദ്യപിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് വേണ്ടത്ര ബോധമില്ല, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം അപ്പനോട് വേണമെങ്കിലും ബഹുമാനമില്ലാതെ ഇടപെടാനായിട്ട് കഴിയും. അതുപോലെയുള്ള അവരുടെ ബോധത്തെ, അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യമായ അവരുടെ തിരിച്ചറിവില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് അവർക്ക് പോകുന്ന ആ ഒരു അപകടം, അത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. 5-ാമത്തെ വാക്യം തുടങ്ങുന്ന മദ്യപന്മാരെ, മദ്യം കുടിക്കുന്നവരെ എന്നതിനേക്കാൾ ഉപരി ഒരു പക്ഷേ ഇവിടെ പറയുന്നത് വീഞ്ഞു കുടിക്കുന്നവരെ, നിങ്ങൾക്ക് കുടിക്കാൻ വീഞ്ഞു പോലും ഇല്ലെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നതാണ് വേഴ്സ് 5, മദ്യപന്മാരെ ഉണർന്ന് കരവിൻ, വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ പുതുവീഞ്ഞ് നിങ്ങളുടെ വായിക്ക് അറ്റുപോയിരിക്കാൻ മുറയിടുവിൻ. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി. പുതുവീഞ്ഞ് കുടിക്കാൻ നിങ്ങൾക്ക് ഇല്ല, അത് നിങ്ങളുടെ വായിക്ക് അറ്റുപോയിരിക്കുന്നു എന്ന് അറിഞ്ഞ് മുറയിടുവിൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യക്ഷത്തിൽ നമ്മൾ ഇതിനെ അക്ഷരീയമായിട്ട് എടുക്കുകയാണെങ്കിൽ മദ്യപിക്കാൻ വീഞ്ഞില്ലാത്തത് കൊണ്ട് കരയാനെന്നുള്ള അർത്ഥമായിരിക്കും. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളുടെ സുഖങ്ങളിലേക്ക്, നിങ്ങളിപ്പോൾ അപകടങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ദുരന്തങ്ങൾ നിങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്ന കാര്യം, നിങ്ങൾ ദൈവികത വിട്ട് സുഖങ്ങളിലേക്ക് പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കുന്നത്? അപകടം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അല്ലെങ്കിൽ ദുരന്തം ഉണ്ടായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് നിങ്ങളുടെ സുഖങ്ങളും ഇല്ലാതെ പോയിരിക്കുകയാണ്. പലപ്പോഴും ദൈവ സഭയിൽ അല്ലെങ്കിൽ ദൈവ പൈതൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അവൻ വിട്ട് കളയുന്നത് അവന് സുഖങ്ങൾ കിട്ടുമ്പോഴാണ്. പക്ഷേ ഈ സുഖങ്ങളിൽ അവൻ മുഴുകിപ്പോകുന്ന ഒരു സമയത്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവം അവൻ്റെ സുഖത്തെ എടുത്തു കളയും. സുഖത്തെ എടുത്തു കളയുമ്പോൾ, അല്ലെങ്കിൽ സുഖിക്കാനുള്ളവൻ്റെ പോസിബിലിറ്റീസ്, ഇപ്പോൾ മദ്യപിക്കണമെങ്കിൽ എന്ത് വേണം? അവന് ബിസിനസ് ഉണ്ടായിരുന്നപ്പോഴായിരിക്കും ഒരു പക്ഷേ പുതുവീഞ്ഞ് കുടിക്കാൻ തുടങ്ങിയത്. പക്ഷേ അവൻ്റെ ബിസിനസ് പൊട്ടിയപ്പോൾ ഇപ്പോൾ അവന് വാസ്തവത്തിൽ നേരത്തെ കുടിച്ചുകൊണ്ടിരുന്ന പോലെ കുടിക്കാനും അവൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ ഇവൻ ശരിക്കും മനസ്സിലാക്കണം, എന്താ, എനിക്കിനി കുടിക്കാൻ കിട്ടണമെന്നല്ല, എൻ്റെ സുഖങ്ങളെ തന്നെ ദൈവം സ്പർശിച്ചിരിക്കുന്നു. കാരണം എൻ്റെ ഈ സുഖങ്ങൾ ദൈവിക നിലയിൽ പോകുന്നതിന് എനിക്ക് തടസ്സമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ എന്തുകൊണ്ടാണ്, ഞാൻ ഈ ദൈവികത വിട്ടിട്ട് സുഖങ്ങളുടെ പിന്നാലെ പോയത് കൊണ്ടാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ വരുത്തിയത്. അതുകൊണ്ട് ഈ സുഖങ്ങൾ ഇനി എനിക്ക് ഒരു കണിയായി പോകാതിരിക്കാൻ, അവിടെയാണ് അതിനകത്തെ കാര്യം പറയുന്നത്. ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ്. ഒരു കാർഷികമായ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു കാർഷിക പ്രതിസന്ധി അവർക്കുണ്ടായിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലെ, നമുക്കൊരു പക്ഷേ കാർഷിക പ്രതിസന്ധി ഉള്ള ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ റിസഷൻ പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, ജോലി പോയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ദൈവികതയെക്കുറിച്ച് ആലോചിച്ചില്ല. എല്ലാത്തിനും ഒരു തടസ്സം വന്നപ്പോഴാണല്ലോ നമ്മൾ ദൈവികതയെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ എല്ലാ പ്രതിസന്ധികളുടെയും കാരണം നിങ്ങളുടെ ദൈവിക ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ കുടിക്കാനായിട്ട് പുതുവീഞ്ഞില്ല എന്നുള്ളതോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷിയെ വെട്ടുക്കിളി കൊണ്ടുപോയി എന്ന് പറയുന്നതോ മാത്രമല്ല. അതല്ല ഒരു പ്രശ്നം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ട്രാഫിക് സിഗ്നൽ റെഡ് വന്നു എന്നുള്ളതല്ല. ആ ട്രാഫിക് സിഗ്നൽ റെഡ് ആക്കിയതിൻ്റെ പിന്നിൽ എന്തുണ്ട്? ഒരു ഉദ്ദേശമുണ്ട്. എന്തുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ ദുരന്തങ്ങളെ കൊണ്ടുവന്നു? ആ ദുരന്തങ്ങളെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണെന്ന് തിരിച്ചറിയുക എന്നാണ് ഇവിടെ യോവേൽ പ്രവാചകൻ ഓർപ്പിക്കുന്നത്. അവെയ്ക്ക്, നീ ഉണർന്ന് കരയുവിൻ. ഉണരാതെ കരയാനല്ല, ഉണർന്ന് കരയുവിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉണർന്നിട്ട് കാര്യങ്ങളെ കണ്ട് കരയുവിൻ. ഉണരുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാര്യങ്ങളെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഉണരുക എന്ന് പറയുമ്പോൾ ഉറക്കം ഉണരുന്നത് മാത്രമല്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ സുഖസുഷുപ്തിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പോകുന്നതായ നിങ്ങളുടെ ഈ ഒരു കെയർലെസ് ആയിട്ടുള്ള ലൈഫിൽ നിന്ന്
ഒരു ബോധ്യങ്ങളില്ലാത്ത ജീവിതത്തിൽ നിങ്ങളൊന്ന് മാറുക, നിങ്ങൾക്ക് ബോധമുണ്ടാവുക, നിങ്ങളുടെ ബോധത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. കാരണം ഇതൊരു ദുരന്തമാണെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. ഇതിനെ നമ്മൾ വിധി എന്നാണ് പലപ്പോഴും പറയുന്നത്. അങ്ങനെ ചിലപ്പം ബിസിനസ് ചെയ്താൽ ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ രക്ഷപ്പെടത്തില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത്. ചിലപ്പോൾ ജോലി കിട്ടും, ചിലപ്പോൾ ജോലി പോകും. പക്ഷേ ഇതിനകത്തുള്ള ദൈവികമായ ഇടപെടൽ എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാനായിട്ട് പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല. ദുരന്തങ്ങൾ തന്നെ കാണാൻ കഴിയാത്ത ആളുകളുണ്ട്. കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പതിയെ അങ്ങ് മറന്നു പോകും. ഞാനൊരു സ്റ്റോറി ഒരിക്കൽ ടെലിവിഷനിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞതാണ്. അതിങ്ങനെയാണ്, ഒരു ഹിൽ ടോപ്പിലുള്ള ഒരു വീട്, മലയുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ വലിയ മല എന്നുള്ളതല്ല, ഉയരത്തിലുള്ള ഒരു വീട്. അതിൻ്റെ വാലിയിൽ അല്ലെങ്കിൽ അതിൻ്റെ താഴെ പല വീടുകളുണ്ട്. പക്ഷേ ഇതൊരു വലിയൊരു പൈസക്കാരുടെ ഒരു വീടാണ്. അപ്പോൾ അവർ കൊണ്ട് ആ ഒരു മല മുഴുവൻ വാങ്ങിച്ച് അവിടെ ഒരു വലിയൊരു വീടുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ താഴെയുള്ള വീട്ടുകാർ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോഴത്തേക്ക് പിള്ളേരാണ്ട് ഈ വീടിൻ്റെ 2-3 നിലകളുള്ള വീടാണ്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ തീ കത്തുന്നുണ്ട്. തീ കത്തുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നേരെ അവിടെ ചെന്ന് ചിലർ ഫയർ സ്റ്റേഷനെ വിളിച്ചു, പല കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ ഇവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഫ്രണ്ട് ഡോറ് അന്ന് തുറന്നു കിടക്കുക, പക്ഷേ ആരും അവിടെ ഇല്ല. അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു, മുകളിൽ നിന്ന് തീ കെടുത്താനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതേസമയം താഴെയുള്ള മൂല്യമുള്ള അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള വസ്തുക്കളൊക്കെ ഇവരെടുത്ത് പുറത്ത് കളഞ്ഞു. കാര്യം തീ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജും ടെലിവിഷനും കമ്പ്യൂട്ടറും അതുപോലുള്ള നല്ല ഉപകരണങ്ങളും സേഫും എല്ലാം ആൾക്കാർ വലിച്ച് വീടിന് പുറത്തിട്ടു. വീടിന് പുറത്തിട്ട് കഴിഞ്ഞാൽ ഫയർ എഞ്ചിൻ വരുന്നത് വരെ ഇവരിങ്ങനെ നോക്കുകയാണ്. മുകളിൽ ഇങ്ങനെ തീ കത്തുകയാണ്, ചിലർ 3ാമത്തെ നിലയിൽ തീ കത്തുകയാണ്. ആരും അത് അത്രയും പെട്ടെന്ന് പോയി കെടുത്താനൊന്നും പറ്റുന്നില്ല. ഇവർ ഈ വലിയ എങ്ങനെങ്കിലും കാര്യങ്ങൾ ഇത്രയും രക്ഷപ്പെടുത്തുക എന്ന് വെച്ച് ഓരോ മുറികളിലുമുള്ള സാധനങ്ങളെല്ലാം ഇവരിങ്ങനെ എടുത്ത് പുറത്തിട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു മുറി നോക്കിയപ്പോൾ അവർ കണ്ടു ആ മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കുക. അപ്പോൾ ഇവർ ചിന്തിച്ചു, ഇതൊന്നൊരു കഷ്ടമാണ്, ഇവിടെ നമ്മൾ ഇത്രയും ബഹളം നടന്നിട്ട് ആരും ഉള്ളതായിട്ട് അറിഞ്ഞില്ല. പക്ഷേ ഈ മുറിക്കകത്ത് ഇതിനകത്ത് ആളുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി. കാര്യം അവിടെ വലിയ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ശബ്ദമൊക്കെ കേട്ടത് കൊണ്ട് ഇവർ പെട്ടെന്ന് കഥകെ മുട്ടി, വലിയ ഒച്ചത്തിൽ മുട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുത്തൻ കഥ തുറന്നു. ഹൂ ഇസ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഒരുത്തൻ ചാടി വന്നിരിക്കുന്നു. നോക്കിയപ്പോഴാണ് ആ വീട്ടിലുള്ള മുഴുവൻ എണ്ണം കൂടെ അതിനകത്തിരുന്ന് ടെലിവിഷനിലെ ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നില്ല, ഈ വീടിൻ്റെ മുകളിൽ തീ കത്തിയ കാര്യം അറിയുന്നേ ഇല്ല. എന്നിട്ട് ഇവർ നോക്കിയപ്പോഴത്തേക്ക് ഇവരുടെ സാധനങ്ങളെല്ലാം എവിടെ കിടക്കുന്നു, വീടിന് പുറത്ത് കിടക്കുക. അപ്പോഴത്തേക്ക് വന്നവരോട്, ഹൂ ഹാസ് ഗിവൺ യു ദി അതോറിറ്റി ടു എൻറ്റർ ഇൻ ടു മൈ പ്രൈവസി, എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് കടന്നു കയറാൻ നിനക്ക് ആരാ അനുവാദം തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ചൂട്. അപ്പോൾ ആൾക്കാർ ഇതിന് എന്തോ പറയണ്ടേ. ഒരു പ്രായമുള്ള മനുഷ്യൻ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, നിങ്ങളുടെ പ്രൈവസിയിൽ കടന്നു കയറാനൊന്നും എനിക്ക് താല്പര്യം, ഞങ്ങൾക്ക് ആർക്കും താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നീ മുകളിലോട്ട് നോക്കിയേ, വീട് കത്തുക. ഈ തീ കണ്ടതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്, അല്ലാതെ നിന്റെ പ്രൈവസിയെ നശിപ്പിക്കാനൊന്നും വന്നതല്ല. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട്, അതുകൊണ്ട് നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയാണ്, രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വാസ്തവത്തിൽ കാര്യമൊക്കെ ചെയ്തത്. ഇത് ടെലിവിഷനിൽ ഞാൻ പണ്ട് കൈരളി പീപ്പിളിലൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അന്നൊരാൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല, അന്ന് ചോദിച്ച ഒരു ചോദ്യം, എനിക്ക് കിട്ടിയ ഒരു ചോദ്യം ഇതാണ്. ഒരു സിറ്റിയിലെങ്ങാണ്ട് വളർന്ന ഒരാൾ എഴുതിയതാണ്. ഈ ഡയറക്റ്റ് സെയിൽസുകാരെ കൊണ്ടും സുവിശേഷ പ്രവർത്തകരെയും കൊണ്ടും തോറ്റു. നമ്മൾ വലിയ കാര്യത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുമ്പം പെട്ടെന്ന് വന്നിട്ട് ബെല്ലടിച്ചിട്ട് ഡയറക്റ്റ് സെയിൽസുകാരൻ സാർ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തും. പിന്നുള്ള ഗ്രൂപ്പാണ് ഈ ഉപദേശിമാർ. അവർ വന്നിട്ട് ബെല്ലടിച്ച് വെച്ച് ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, ആത്മീയമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറാൻ ഇവരാരാണ് അനുവാദം തന്നിരിക്കുന്നത്? എൻ്റെ വീട്ടിൽ കയറി സുവിശേഷം പറയാൻ ഇവർക്ക് ആർക്കാണ് അനുവാദം കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഇതായിരുന്നു ടെലിവിഷനിലെ ചോദ്യം. അപ്പം ഞാൻ ഈ കഥ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആരുടെയും പ്രൈവസി നഷ്ടപ്പെടുത്താനൊന്നും ആഗ്രഹിച്ചുകൊണ്ടൊന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് ഞങ്ങൾക്ക് അറിയാവുന്നതുമായ ഒരു കാര്യമുണ്ട്. എന്താണ്? മോളിൽ തീ പിടിച്ചിരിക്കുക. അത് ഞങ്ങൾ കണ്ടതുകൊണ്ടാണ് അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും നിങ്ങളുടെ പ്രൈവസിയിലേക്ക് ഞങ്ങൾ കടന്നു കയറിയിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ ഉപദ്രവിക്കാനുള്ള ആഗ്രഹത്തിലല്ല. നിങ്ങളെ നിങ്ങളുടെ പാട്ടിൽ വിടാൻ ഞങ്ങൾക്ക് കഴിയും. പക്ഷേ അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾ നശിച്ചു പോവുകയാണ്, തീ വരികയാണ്. ആ തീയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാനുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്. അല്പം കെട്ടസി കുറവുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാ തരത്തിലുള്ള മാന്യമായിട്ട് പലപ്പോഴും ഇടപെടാൻ കഴിയാതെ പോലും ആണെങ്കിലും നിങ്ങളുടെ പ്രൈവസിയിലേക്ക് ഞങ്ങൾ കടന്നു കയറുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. വി നോ വൺ തിങ്. എന്താണ്? നിങ്ങൾ ഈ സുഷുപ്തിയിൽ ലോകത്തിൻ്റെ സുഖങ്ങളിൽ മുഴുകിയിരിക്കുന്നതായ സമയത്ത് സംതിങ് ഈസ് ഹാപ്പനിങ്. യുവർ ഹൗസ് ഈസ് ഓൺ ഫയർ. നിങ്ങളുടെ ഭവനം തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇവരെ വിളിക്കേണ്ടത് ട്രങ്കാർഡ്സ് എന്നാണ്. അവർ കള്ളു കുടിക്കുകയല്ല, പക്ഷേ അവരുടെ വീടിന് സംഭവിക്കുന്നതായ അല്ലെങ്കിൽ അവരുടെ വീടിന് തീ പിടിച്ചിരിക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവരെന്ത് ചെയ്തിട്ടില്ല, ബോധവാന്മാരല്ല. അതാണ് ഇവിടെ യോവേൽ പ്രവാചകൻ ട്രങ്കാർഡ്സ് എന്ന് വിളിക്കുന്നത്.
എന്താ മദ്യപന്മാരെ എന്ന് വിളിക്കുന്നത്, അല്ലാതെ മദ്യപിക്കുന്നവർ എന്ന അർത്ഥത്തിലല്ല. ഞാൻ പറഞ്ഞല്ലോ, മദ്യപാനം ദൈവവചനത്തിന് അനുസൃതമല്ല, മദ്യപാനി സ്വർഗ്ഗരാജ്യം അവകാശമാക്കിയാൽ അത് വേറെ കാര്യം. പക്ഷെ അതിലുപരിയായിട്ട് ദേ ആർ ട്രങ്ക് വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ്. അവരൊരു പക്ഷേ ഇവിടുത്തെ ഒരു ടോക്ക് ഷോ കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ഷോ കൊണ്ടോ അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കൊണ്ടോ ഒക്കെ ട്രങ്കാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, അവരുടെ ഭവനത്തിന് അല്ലെങ്കിൽ അവരുടെ നിത്യതയ്ക്ക്, അവരുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള അവരുടെ യാത്രയ്ക്ക് അവരെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ ജീവന് തന്നെ തീ പിടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് പലപ്പോഴും സുവിശേഷ പ്രവർത്തനം അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. അതുകൊണ്ട് പല സമയത്തും നമ്മുടെ ഒരുപക്ഷെ മാന്യത പോലും കളഞ്ഞ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, ഇവരോട് സുവിശേഷം അറിയിക്കേണ്ടി വരുന്നു എന്നുള്ളത് ആണ് ഇതിനകത്തെ പ്രശ്നം. എന്നാൽ ഇവിടെ യോവേൽ പ്രവാചകൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ളവരോടല്ല പറയുന്നത്, ഇതേപോലെ തന്നെയാണ് യഹൂദ്യ സഭയ്ക്കുള്ളിലും. യു ആർ ട്രങ്ക്, നിനക്കറിയുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്നുള്ള അറിയത്തില്ല. ഒരുപക്ഷെ ഇവരറിയാതിരിക്കാനുള്ള കാരണം എന്താണ്, തീ പിടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളെന്നുള്ളതാണ്. ഇവിടെയും സഭയ്ക്ക് പറ്റുന്ന ഒരു വലിയ പ്രശ്നം എന്താണ്, തീ പിടിച്ചു തുടങ്ങുമ്പോഴേ ഇത് മനസ്സിലാക്കണം. നമ്മുടെ പ്രശ്നം എപ്പോഴാണെന്നറിയാമോ, തീ വന്ന് നമ്മളെ ചൂട് പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത സമയത്താണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് എന്ത്, വീടിന് തീ പിടിച്ചു എന്നുള്ളത്. കാര്യം നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വി ആർ ട്രങ്ക് വിത്ത് സംതിങ്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ. എന്നാൽ ഇവിടെ നമ്മൾ എപ്പോഴാണ് ഇത് മനസ്സിലാക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ ഉണരേണ്ടത്, എപ്പോഴാണ് നമ്മൾ മടങ്ങി വരേണ്ടത്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പന്നിക്കുട്ടി ചെല്ലുന്നത് വരെ നമ്മൾ നോക്കിയിരിക്കുകയല്ല. ഈ തീയുടെ ഒരു ചെറിയ അംശം നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ സമൂഹത്തിൽ ഈ തീയുടെ അംശം ഉണ്ടാകുന്ന ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്തിരിക്കണം, ഉണർന്നിരിക്കണം. ഒരു വലിയ ഉണർച്ച ആവശ്യമാണ്. കാരണം ഒരു ചെറിയ തീ മതി വീടിനെ കത്തിക്കാൻ. തുടക്കം വളരെ ചെറിയ കാര്യം മതി. ഒരു ചെറിയ തീ മതി വീടിനെ കത്തിക്കാനെന്നല്ല, ഒരുപക്ഷെ ഒരു കാടിനെ തന്നെ കത്തിക്കാൻ എന്ത് മതി, ഒരു ചെറിയ തീ മതി. അതുകൊണ്ട് ഈ തീയുടെ ചെറിയ തുടങ്ങുമ്പോഴേ നമ്മൾ അറിയണം, ഒരുപക്ഷെ നമ്മളിൽ ആരംഭിച്ചിരിക്കുന്ന ദ്രവ്യാഗ്രഹത്തിന്റെ ഒരു ചെറിയ തീ മതി എൻ്റെ ആത്മീയതയെ മുഴുവൻ നശിപ്പിച്ച് എന്നെ നരകത്തിന് അധീനനാക്കുവാനായിട്ട്. അതൊരു പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഞാനൊരു ദ്രവ്യാഗ്രഹിയാണോ എന്ന് ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. കാരണം ഈ ദ്രവ്യാഗ്രഹമൊക്കെ വളരെ ചെറിയ തീയാണ്. പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിർത്താൻ പറ്റത്തില്ല. നമ്മൾ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. എത്രയോ വിശുദ്ധന്മാരായി ജീവിച്ച ആളുകളുടെ ജീവിതം തകർന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണ്, അവരുടെ ജീവിതത്തിൽ വന്നു കയറിയ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒരു ചെറിയ തീയാണ്.